സോ ഗൈസ്, ദ ഹുക്ഡ് ബൈ നീറിയാൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇച്ചിരി ഡൗൺ ആണ്. ഒന്നാമതൊരു പനി പിടിച്ചിരിക്കുക, എൻ്റെ മണ്ടേ കൂടെ ഞാൻ 24 hour ഫാസ്റ്റും കൂടെ എടുത്തേക്കുക. അതുകൊണ്ട് എൻ്റെ എനർജി ലെവൽസ് ചെറിയ ലോ ആയിരിക്കും. പക്ഷെ എന്നാലും ദ ഹുക്ഡ് ബൈ നീറിയാൽ ഈ പുസ്തകം ഭയങ്കര അടിപൊളി ഒരു പുസ്തകമാണ്. ആദ്യമേ തന്നെ ഈ പുസ്തകം ഞാൻ വായിക്കാൻ വന്ന സ്റ്റോറിനെ കുറിച്ച് പറയാം. ഞാനും എൻ്റെ കറണ്ട് സ്റ്റാർട്ടപ്പ് പാർട്ട്ണറായിട്ടുള്ള പ്രണവും കൂടെ പണ്ടൊരു ആപ്പ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, ഞങ്ങൾക്ക് ആ ആപ്പിനൊരു 50 ലക്ഷം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണമെന്നൊന്നും അറിയുന്നൊരു കാലഘട്ടം അല്ലായിരുന്നു. ഞങ്ങളൊരു ഡ്രീമേഴ്സായിട്ടൊരു ആപ്പ് ഉണ്ടാക്കാൻ ഇറങ്ങി, ആപ്പിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. പക്ഷെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാത്രം ഞങ്ങൾ നോക്കിയിട്ടില്ല. അങ്ങനെ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഒരു കിടിലം ഓതുണ്ട്, നീർ ഇയാൽ അല്ലെ ഇയായാൽ എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ഹുക്ഡ് എന്ന് പറഞ്ഞ പുസ്തകം. സോ ദാറ്റ്സ് ഹൗ ഐ എൻകൗണ്ടേർഡ് ദിസ് ഓപ്പൺഡ് മൈ ഐസ് അബൌട്ട് കുറച്ച് ആപ്ലിക്കേഷൻ, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ, സ്നാപ്ചാറ്റ്, ഇതിനെയൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളിൽ എന്നെ കണ്ണ് തുറപ്പിച്ചൊരു പുസ്തകമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ സ്നാപ്ചാറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞൊരു കാലഘട്ടവുമായിരുന്നു. ആൻഡ് ഗൈസ്, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് പോയിന്റ് മനസ്സിലായി, നിങ്ങളുടെ ടൈമാണ് അവർക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സ്. യുവർ ടൈം ഇസ് ദെയർ മണി. അത് മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ നീറിയാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നീറിയാൽ കിടിലൊരു ഓതറാണ്. കിടിലൊരു ഓതറ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ റൈറ്റിംഗ് സ്റ്റൈലും എല്ലാം ഭയങ്കര സിമ്പിൾ, ടു ദ പോയിന്റ്, ടു ദ ഡോട്ട്, സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഭയങ്കരമായിട്ടുള്ള പാടായിട്ടുള്ള ഇംഗ്ലീഷ് കനോട്ടേഷൻസോ കാര്യങ്ങളോ ഫ്രേസസോ അങ്ങനൊന്നും ഉപയോഗിക്കാത്ത ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള അമേരിക്കൻ ഓതറാണ്. പുള്ളിക്കാരൻ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്ന സൈക്കോളജീനെ കുറിച്ചാണ്. സൈക്കോളജി, ഫിലോസഫി, അതേപോലെ തന്നെ എങ്ങനെ മൈൻഡ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഡോപ്പമിൻ സിസ്റ്റം, നമ്മുടെ റിവാർഡ് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നതിനൊക്കെ കുറിച്ചാണ് പുള്ളി പഠിക്കുന്നത്. ഇതേപോലെ തന്നെ പുള്ളി വേറെ ബുക്ക് ചെയ്തിന്, ഇൻഡിസ്ട്രക്റ്റബിൾ എന്നെങ്ങാണ്ടാ പറയുന്നത് തോന്നുന്നു. അതിനെ ഇൻഡിസ്ട്രാക്റ്റബിൾ എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ ഉണ്ടല്ലോ, എല്ലാവർക്കും, നിങ്ങൾക്ക്, എനിക്ക് ഉൾപ്പെടെ ഉറപ്പാണ്, എൻ്റെ അറ്റൻഷൻ സ്പാനുള്ള എല്ലാവരുടെ അറ്റൻഷൻ സ്പാനും മെസ്ഡപ്പാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ വർക്ക് ചെയ്യണം, 5 മിനിറ്റ് റീൽ കാണും, നമ്മൾ അറിയത്തില്ല. നമുക്ക് അറ്റൻഷൻ സ്പാൻ ഒരു 30 പേജ് അടുപ്പിച്ച് ബുക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മൾ വിറയ്ക്കും, വെപ്രാളപ്പെട്ട് ഓടും. അറ്റൻഷൻ സ്പാനൊക്കെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ബുക്കൊക്കെ, അത് ഭയങ്കര ഫേമസ് ആണ്, കിടിലം ബുക്കാണ്. പക്ഷേ ഹുക്ഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡിസൈൻ എന്ന് പറഞ്ഞ ലോകത്തേക്ക് നമുക്ക് പോവാം. ഓരോ ആപ്ലിക്കേഷനും ഡിസൈൻ ചെയ്യും. ഇപ്പം ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിട്ട്, എന്തായാലും ഡിസൈൻ ചെയ്യുമ്പം അതിൻ്റെ ബിഹൈൻഡിൽ കുറേ ഫിലോസഫി വർക്കിംഗ് ആണ്. ബിഹൈൻഡ് ഫിലോസഫി എന്ന് വെച്ചാൽ, എങ്ങനെ ഈ ആപ്പ് ഉപയോഗിക്കുന്ന ആളെ വീണ്ടും വീണ്ടും ഈ ആപ്പ് ഉപയോഗിപ്പിക്കണം, എങ്ങനെ ഈ ആപ്പ് ഉപയോഗിക്കുന്ന ആൾ ഇത് ഹുക്ഡ് ആയിട്ടിരിക്കണം. ടൈറ്റിലിന് കണക്ക് നിങ്ങൾ എങ്ങനെ അവരുടെ ഐഡിയാസിൽ, അല്ലെ അവരുടെ ആപ്ലിക്കേഷൻസിൽ, അല്ലെ അവരുടെ സിസ്റ്റത്തിൽ ഹുക്ഡ് ആയിട്ടിരിക്കണം. അതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഈ പുസ്തകത്തിനകത്ത് പറയുന്നത് നമ്മുടെ സൈക്കോളജി, എങ്ങനെ നമ്മുടെ റിവാർഡ് സിസ്റ്റത്തിന് അവർ ചെറിയ ചെറിയ ഡോപ്പമിൻ റിലീസസ് വരുന്നത്, അതേപോലെ നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ ബിഹേവിയറും കാര്യങ്ങളും എല്ലാം അവരുടെ, എന്താ പറയുക, അവരുടെ ആപ്പിൽ ട്രിഗേർഡ് ആയിട്ടിരിക്കാൻ വേണ്ടി എന്തൊക്കെ സിസ്റ്റം, എന്തൊക്കെ വൃത്തിയായിട്ട് പരിപാടി ഉപയോഗിക്കുന്നുണ്ട്, അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് തന്നെ വലിയൊരു സംഭവം, ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ ഒരുപാടുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ ട്രിഗർ, രണ്ടെന്ന് പറയുമ്പോൾ ആക്ഷൻ, മൂന്ന് എനിക്ക് തോന്നുന്നു വേരിയബിൾ റിവാർഡ്, 4 ഇൻവെസ്റ്റ്മെൻറ്റ്. പുള്ളി പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, സ്നാപ്ചാറ്റ് ആയിക്കോട്ടെ, അതൊരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടല്ലേ കാണുന്നത്? നിങ്ങളിപ്പോൾ സ്നാപ്ചാറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്നാപ്പ് സ്കോറില്ലാത്ത താഴ്ത്തും, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയിൽ തന്നെ നടക്കും. അത് കുറേ എങ്ങനെ നിങ്ങളെ എഫക്റ്റ് ചെയ്യും. അതേപോലെ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ബിൽഡപ്പ് ചെയ്ത് വന്ന് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഓൾ ഓഫ് എ സഡൻ നിങ്ങൾ അബാൻഡൻ ചെയ്ത് എങ്ങനെ ഇരിക്കും? നിങ്ങൾക്ക് അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ റെപ്യൂട്ടേഷൻ തിരിഞ്ഞു വരത്തില്ല. അതേപോലെ വേരിയബിൾ റിവാർഡ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. വേരിയബിൾ റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എനിക്ക് ഇതെല്ലാം പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് യൂസ്ലെസ്, അതേസമയം വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ആപ്പുള്ള സ്നാപ്ചാറ്റിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വേരിയബിൾ റിവാർഡൊക്കെ പക്കയാണ്. സ്നാപ്പ് സ്കോറും മറ്റേ സ്ട്രീക്കോ അങ്ങനെയൊക്കെ എന്തോ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പക്ക ടു ദ പോയിന്റ്, ടു ദ ഡോട്ട് ആയിട്ട് അവർ ഈ ബുക്കിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് തോന്നുന്നത്. സോ എനിക്ക് ഇത്രേ പറയുള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ ബുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു എൻലൈറ്റ്മെൻറ്റ് വരും. ഒരു സിസ്റ്റത്തിൻ്റെ പ്രൊഡക്റ്റ് ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം എങ്ങനെ ഈ പ്രൊഡക്റ്റിലേക്ക് വലിച്ചിടുന്നുണ്ടോ, യു ആർ ദി പ്രൊഡക്റ്റ് ഹിയർ. നിങ്ങളുടെ ടൈമാണ് ഈ ബുക്കിനകത്ത് പറയുന്ന പ്രൊഡക്റ്റ്. അതെങ്ങനെയൊക്കെ അവർ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവരെന്തൊക്കെ റിവാർഡ് സിസ്റ്റം കൊണ്ടുവരാൻ നോക്കുന്നത്, അവരെങ്ങനെയൊക്കെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്ക്രീൻ ഓൺ ടൈം ആ ആപ്പിൽ കൂട്ടാൻ അവരെന്തൊക്കെ ചെറ്റത്തരം കാണിക്കുന്നുണ്ടോ, അതെല്ലാം ഒരു ഭയങ്കര കൺസ്ട്രെയിൻഡ് ആയിട്ടൊരു രീതിയിൽ അവർ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്,
ദി ഹുക്ഡ് ബൈ നീരിയാൽ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യണം എന്നുള്ള ഒരു ഡിസൈനേഴ്സിനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഡിസൈൻ ഇൻസൈറ്റ്സ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഡിസൈൻ എലമെൻറ്റ്സ് ആയിക്കോട്ടെ, ഓരോ കളേഴ്സിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നൊരു ബുക്കാണ് ദ ഹുക്ഡ് ബൈ നീരിയാൽ. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. പക്ഷേ ഡോണ്ട് എക്സ്പെക്ട് വണ്ടേഴ്സ്, ഭയങ്കരമായിട്ടുള്ള വണ്ടേഴ്സ് ഒന്നുമില്ല. നിങ്ങൾ ബിസിനസ് ഓണറാണ്, സ്റ്റാർട്ടപ്പ് ഓണറാണ്, നിങ്ങൾ എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യണമെന്നുണ്ട്, അങ്ങനെയുള്ളവർ ഉറപ്പായിട്ട് വായിച്ചിരിക്കേണ്ട സംഭവം. ഇല്ലാത്തവർ വായിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ എങ്ങനെയൊക്കെ കബളിപ്പിക്കപ്പെടുവാന്ന്, നിങ്ങളെ എങ്ങനെയൊക്കെ നിങ്ങളുടെ സ്ക്രീൻ ഓൺ ടൈം കൂട്ടാൻ ശ്രമിക്കുവാണ്. സോ ഗൈസ്, എനിക്ക് ഇത്ര പറഞ്ഞ് നിർത്താവുള്ളൂ. ഈ ബുക്ക് വായിക്കുക. ആൻഡ് നിങ്ങൾക്ക് വേരിയബിൾ റിവാർഡ് സിസ്റ്റം നിങ്ങളുടെ ഡോപ്പമിൻ സിസ്റ്റം റീവയർ ചെയ്യാൻ ട്രൈ ചെയ്യുക. നിങ്ങളുടെ റിവാർഡ് സിസ്റ്റം ഉണ്ടല്ലോ, കൂടുതൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അവരെങ്ങനെ റിവാർഡ് ചെയ്ത്, അതുപോലത്തെ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. ഇത് വായിക്കുമ്പോൾ ഒരു തേർഡ് ഐ ഓപ്പണിംഗ് ആണ്. സോ ഗൈസ്, ഇറ്റ്സ് 3 ഹിയർ. ടോക്ക് ടു ഗൈസ് ലേറ്റർ. ഓൾമോസ്റ്റ് 6 മിനിറ്റായി. ബൈ.